ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. വിശുദ്ധ ബൈബിൾ സങ്കീർത്തനം 15-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. യഹോവയുടെ കൂടാരത്തിൽ ആര് പാർക്കും? യഹോവയുടെ കൂടാരത്തിൽ പാർക്കുന്നവനെ കുറിച്ചുള്ള സവിശേഷതകളാണ് ഈ 15-ാം സങ്കീർത്തനം ഉടനീളം നമുക്ക് നൽകിത്തരുന്നത്. അതിൻ്റെ 4-ാം വാക്യം ബി പാട്ടിൽ പറയുന്നു, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്നവൻ യഹോവയുടെ കൂടാരത്തിൽ പാർക്കും. യഹോവയുടെ ഭക്തൻ ആരാണ്? ഈ ലോകത്തിലെ സമ്പത്താണോ, സ്ഥാനമാനങ്ങളാണോ, ഈ ലോകത്തിലെ മാന്യതയാണോ ഒരുവനെ യഹോവയുടെ ഭക്തനാക്കി മാറ്റുന്നത്? യഹോവയെ ആരാധിക്കുന്നവൻ, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവൻ, അവനോട് ചേർന്നിരിക്കുന്നവനാണ് യഹോവയുടെ ഭക്തൻ. ഇയ്യോബിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, ഇയ്യോബ് ഈ ലോകത്തിലെ എല്ലാ സമ്പത്തുകളും നഷ്ടമായി, എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞു, സ്വന്തം ഭാര്യ പോലും അവനെ ഉപേക്ഷിച്ചു. എങ്കിലും കർത്താവിനോട് ചേർന്ന് നിന്ന ഇയ്യോബ് യഹോവയുടെ ഭക്തനായിരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. കുഷ്ഠരോഗികളെ, ആലംബഹീനരെ ചേർത്ത് നിർത്തുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ പദവിയോ ആഡംബര സൗധങ്ങളോ ഒന്നുമല്ല യഹോവയുടെ ഭക്തനെ തിരിച്ചറിയുന്നത്. പലപ്പോഴും ലോകം നൽകുന്നത് എന്താണ്? ലോകം മാനിക്കുന്നത് ഇങ്ങനെയുള്ള ആഡംബരങ്ങളുള്ളവരെയും സൗഭാഗ്യങ്ങളുള്ളവരെയും നല്ല സ്ഥാനമാനങ്ങളുള്ളവരെയും ലോകം മാനിക്കുമ്പോൾ യഹോവ മാനിക്കുന്നത് ഒന്നുമില്ലാത്തവനെ, അശരണനെ, ആലംബഹീനനെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. പ്രിയരെ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, തള്ളപ്പെട്ടവരെ, ഒറ്റപ്പെടുത്തവരെ ചേർത്ത് നിർത്തുവാനുള്ളൊരു മനോഭാവം ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. ദൈവം മാനിക്കുന്നവനെ മറ്റുള്ളവർക്ക് മാനിക്കുവാൻ കഴിയണമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നാം കണ്ടുമുട്ടുന്ന പലരും ഒന്നുമില്ലാത്തവരായിരിക്കാം, എല്ലാവരും തള്ളപ്പെട്ടവരായിരിക്കാം. എന്നാൽ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു വിശ്വാസിയായി തീരുവാൻ ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ ജീവിതം കർത്താവ് നമ്മെ മാനിക്കണമെങ്കിൽ ഒന്നുമില്ലാത്തവനെ മാനിക്കുവാൻ നമുക്ക് കഴിയുന്ന ഇടത്താണ് നാം മാന്യത അനുഭവപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ദിവസവും പത്രത്തിൽ നാം കണ്ടത്, ആൾക്കൂട്ട വിചാരണ ചെയ്ത് ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞു. അതിന് കുറേ നാളുകൾക്ക് മുമ്പ് നാം വായിച്ചു, മധു എന്നൊരു ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. വിശ്വാസികളുടെ ഇടയിൽ പോലും ഇതുപോലെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ തള്ളിക്കളയുന്ന മനോഭാവമുണ്ട്, അവരെ മാറ്റി നിർത്തുന്ന അനുഭവമുണ്ട്. മാന്യത കിട്ടുന്നത് എവിടാണ്? നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനെ മാനിക്കും, അല്ലെങ്കിൽ അവന് കുറേ ഉന്നത സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവനെ മാനിക്കും. അല്ലാത്തവനെ പോച്ചേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അനുഭവമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുക്കൽ വരുന്ന ഈ എളിയവനിൽ ഒരുവനെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്നു എന്ന് പറയുന്ന കർത്താവിൻ്റെ സ്നേഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. ഈ ക്രിസ്മസ് കാലഘട്ടം അതിനായിട്ട് ഉതകുന്നതായി തീരട്ടെ. സ്വർഗത്തിലെ മകുടമായിരുന്നവൻ ആ സ്ഥാനം എറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ച ഈ നാളുകളിൽ നമ്മുടെ ജീവിതവും ക്രിസ്തു ഉദയം ചെയ്യുന്നതായി തീരട്ടെ. എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.